നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 അവസാന ഘട്ടത്തിൽ നവംബറോടുകൂടി തുടങ്ങിയതാണ് വലിയ തോതിലുള്ള യുദ്ധം. ഏകദേശം 3 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ ഗാസയിൽ വരും ദിവസങ്ങളിലും യുദ്ധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. ഗസയിലെ യുദ്ധം ഇനിയും മാസങ്ങളോളം തുടരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അദ്ദേഹം ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫിലാഡൽഫിയ ഇടനാഴി, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ തെക്കൻ സ്റ്റോപ്പേജ് പോയിന്റ് ഞങ്ങളുടെ കൈകളിലായിരിക്കുമെന്നും അത് അടച്ചുപൂട്ടണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒക്ടോബർ 7 അതിർത്തി കടന്ന് യുദ്ധത്തിന് തുടക്കമിട്ട ഫലസ്തീൻ തീവ്രവാദി സംഘം നടത്തിയ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ആവർത്തിക്കാതിരിക്കാൻ ഗസയിലെ ഹമാസിനെ നശിപ്പിക്കാനും പ്രദേശത്തെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി. യുദ്ധം അതിന്റെ പാരമ്യത്തിലാണ്. ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയുമാണ്. വിജയം കൈവരിക്കാൻ സമയം വേണ്ടിവരുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞതുപോലെ യുദ്ധം ഇനിയും മാസങ്ങൾ തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. അതേസമയം മധ്യ ഗസയിലെ ബുറൈജ്, മഗാസി ക്യാമ്പുകളിലുണ്ടായ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഗസയിൽ നിന്ന് ചില റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് മെഴ്സക് ചരക്കു സേവനം 48 മണിക്കൂർ നിർത്തിവെക്കുകയും ചെയ്തു. ഏതായാലും വരും മണിക്കൂറിലും വലിയ തോതിലുള്ള യുദ്ധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുതുവത്സര ദിനത്തിലും ആകാശത്ത് ഉടനീളം മിസൈലുകളുടെ പ്രവാഹം തന്നെയായിരുന്നു. ഹമാസും ഇസ്രായേലും പോർമുഖം തുറന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. 2024 അതൊരു പുതുവത്സരമല്ല, അല്ലെങ്കിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുതുവർഷമല്ല ഇസ്രായേൽ ജനതയ്ക്കും ഗസ ജനതയ്ക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് പലരും വ്യക്തമാക്കുന്നത്.